വെൽക്കം ബാക്ക് ഗൈസ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരാഴ്ചത്തെ ഹാർലി ഡേവിഡ്സൺ X440Tൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. ഞാനിത് പർച്ചേസ് ചെയ്തത് കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ടാണ്. അതായത് സിറ്റി റൈഡിനും കുറച്ചൊക്കെ ടൂറിങ്ങിനും അനുയോജ്യമായ ബൈക്ക് ഏതാണെന്നുള്ളൊരു റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഹാർലി ഡേവിഡ്സൺ X440T ഫൈനലൈസ് ചെയ്തത്. ഞാൻ ഈ ബൈക്ക് പർച്ചേസ് ചെയ്തതിന് മുന്നേ ഇതിൻ്റെ പ്രീവിയസ് വെർഷനായ X440 ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് പർച്ചേസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇയർ അത് പർച്ചേസ് ചെയ്യണം എന്ന കൺക്ലൂഷനിൽ എത്തുന്നതിന് മുന്നേ എനിക്കതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എൻജിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ കോസ്മെറ്റിക്സ് ആ ഒരു എപ്പിയറൻസിൽ വളരെ എനിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ അതിൻ്റെ പെയിൻറ്റിങ് ഫിനിഷസ്, അത് ഓവറോൾ ബിൽഡ് ക്വാളിറ്റി, അതൊക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊരു ഫീല് വന്നിട്ടാണ് ഞാൻ ആ പർച്ചേസ് ഹോൾഡിലിട്ടത്. എന്നിട്ടാണ് ഞാൻ അറിഞ്ഞത് നെക്സ്റ്റ് ഇയർ X440T എന്ന ഇതിൻ്റെ അപ്ഡേറ്റഡ് വെർഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന്. സോ ഞാനത് വെയിറ്റ് ചെയ്യാനായിരുന്നു. അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. സോ ബൈ Jan 2026 അവർ ലോഞ്ച് ചെയ്യുമെന്നൊരു കൺഫർമേഷൻ കിട്ടി. സോ ഞാൻ ബൈ എൻഡ് ഓഫ് ഡിസംബർ ഞാനത് ബുക്ക് ചെയ്തു. എന്നോട് ഇനീഷ്യലി പറഞ്ഞത് 15 days ആണ്, വിത്തിൻ 15 days ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഇറ്റ് ടുക്ക് എ മന്ത് ടു ഗെറ്റ് ദ ബൈക്ക് ഡെലിവേർഡ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇതാണ് ഹാർലി ഡേവിഡ്സൺ ലേറ്റസ്റ്റ് ലോഞ്ച് X440T. 440യും ഇതുമായിട്ടുള്ള കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ എൻജിൻ സിമിലറാണ്. പവർ ഔട്ട്പുട്ട്, പെർഫോമൻസ്, എൻജിൻ റിഫൈൻമെൻറ്റ് ഒക്കെ ഇറ്റ്സ് സെയിം. പക്ഷേ ഇതിൽ വന്ന ചെറിയ മാറ്റങ്ങളെ പറ്റി ഞാൻ പറയാം. കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഓൾമോസ്റ്റ് 72 അല്ലെങ്കിൽ 70 ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നാണ്. പക്ഷെ എനിക്ക് ഫീലായ, അതായത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ വന്ന മെയിൻ ചേഞ്ച് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതിൽ റൈഡ് ബൈ വയർ ഫീച്ചർ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഹാർലി ഡേവിഡ്സൺ X440 റിജക്റ്റ് ചെയ്യാനുള്ള കാരണം അതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു മെസ്സി ലുക്കായിരുന്നു. വയറൊക്കെ ഇവിടുന്ന് ആക്സിലേറ്റർ കേബിൾ, ഈ കേബിൾ, ആ കേബിൾ എന്നെല്ലാം പറഞ്ഞിട്ട് ഇറ്റ് വാസ് നോട്ട് ലുക്കിംഗ് ഗുഡ്. സോ ഇറ്റ്സ് പെർഫെക്റ്റ് ഇൻ ദാറ്റ് വേ. റൈഡ് ബൈ വയർ ഫീച്ചർ ആയതുകൊണ്ട് ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് കമ്പയർഡ് ടു ദ ഓൾഡ് വെർഷൻ. പിന്നെ ഈ സൈഡിൽ വന്നാൽ ഇല്ല മെയിൻ ചേഞ്ച് ഈ ഹീറ്റ് പ്രൊട്ടക്ഷൻ എക്സോസ്റ്റ് ഗാർഡ്. ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം പഴയതിൽ കുറേ ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറേ ബേൺ ഇഞ്ചുറീസ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ബൈക്ക് ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്റ്റ് ആണ്. ഈ മാറ്റവും ഒരു നോട്ടീസബിൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഫ്രണ്ട് ടയർ ലോക്ക് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ഇത് ഞാൻ ഈ ഫിനിഷാണ് ആക്ച്വലി ഇറ്റ് ലുക്സ് മച്ച് ബെറ്റർ. ഇതിൻ്റെ പ്രീവിയസ് വേർഷനിൽ അവിടെയായിട്ട് ഒരു പെയിൻറ്റിങ് അല്ലെങ്കിൽ ആ വെൽഡിങ് ഫിനിഷസ് ഒക്കെ കുറച്ചൊരു അരോചകമായ ലുക്കായിരുന്നു. ഇത് ഫിനിഷിംഗ് എല്ലാം ഓക്കെ, ഇറ്റ്സ് സൂപ്പർ ഫൈൻ. എക്സോസ്റ്റ് ഗാർഡ് X440Tയിൽ വന്ന എഡിഷനാണ്. ഇറ്റ്സ് വെരി ഗുഡ് തിങ്. നട്ട്സ് ബോൾട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. മുന്നേ തന്നെ കാട്ടി ഇപ്പോൾ കുറച്ചൊരു പ്രീമിയം ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട് അവർ വണ്ടി. പിന്നെ ഈ സൈഡിൽ നോട്ടീസബിൾ ആയിട്ടുള്ള മാറ്റം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതിൻ്റെ ദ ഓവറോൾ ലുക്സ് അതൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നെ വരുന്നത് ടെയിൽ സെക്ഷൻ. ദിസ് ഈസ് ന്യൂ കമ്പയർഡ് ടു ദ പ്രീവിയസ് വൺ. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അതും ഇറ്റ് ലുക്സ് മച്ച് ബെറ്റർ. കാരണം X440യിൽ ഇവിടെ ഒരു വലിയ ഗ്യാപ്പായിരുന്നു. അതൊരു ലുക്സ് വൈസ് സം പീപ്പിൾ വിൽ ലൈക്ക് ഇറ്റ്, ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. പാനിക് ബ്രേക്കിംഗ് ഇൻഡിക്കേഷൻ എന്നായിട്ടുള്ളൊരു ഫീച്ചർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സഡൻ ബ്രേക്കിൽ ഓൾ ഇൻഡിക്കേറ്റേഴ്സ് വിൽ ഗ്ലോ. പിന്നെ സൈഡ് മിറേഴ്സ് ഹാൻഡിൽ ബാർ ആൻഡ് മിറേഴ്സ് ആക്കി. മുന്നേ എവിടെയായിരുന്നു, ഇപ്പോൾ ഇവിടെ യു ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ ടു പുട്ട് എ മിറർ. പിന്നെ മീറ്റർ കൺസോളിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഒരു കളർഫുൾ ലുക്കിലേക്ക് മാറി. പിന്നെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ വീഡിയോയിലൊക്കെ പറയാം. സോ കമ്മിങ് ടു മൈ 1 week റൈഡ് എക്സ്പീരിയൻസ് വിത്ത് ഹാർലി ഡേവിഡ്സൺ X440. റൈഡ് സ്മൂത്താണ്. 500 to 750 kilometers ആണ് ഫസ്റ്റ് സർവീസ് ഓർ വിത്തിൻ എ മന്ത് ഓഫ് പർച്ചേസ്. ഇത് ഞാൻ വാങ്ങിയിട്ട് 1 week ആയുള്ളൂ. സോ നോട്ടീസബിൾ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. പക്ഷെ ചെറിയ ഇഷ്യൂസ് അത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ ഇറ്റ് ലുക്സ് ഗുഡ്, ബെറ്റർ ദാൻ ദ പ്രീവിയസ് വെർഷൻ. പക്ഷേ എനിക്ക് കുറച്ചൊരു ഏരിയ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ ലുക്സിലാണ് ഞാൻ പറയുന്നത്. ലുക്സ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി. ഇതിൽ യൂസ് ചെയ്തിട്ട് പ്ലാസ്റ്റിക് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി വൈസ് ഇൻക്രീസ് ചെയ്യാമായിരുന്നു. കാരണം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ
ഈ സ്വിച്ചസിലെല്ലാം ഇറ്റ് ഈസ് നോട്ട് വെൽ റിഫൈൻഡ്. ആ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ ഇത് സ്റ്റോക്ക് കണ്ടീഷനിലാണ്, നോ ആക്സസറീസ് ആഡഡ് ഒന്നും. കാരണം ആക്സസറീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസറീസ് ഇപ്പോൾ അവൈലബിളും അല്ല. പിന്നെ നോട്ടീസബിൾ ആയിട്ടുള്ള വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്, അത് കുറച്ചും കൂടി ഒന്ന് വൈഡർ ആക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് സിറ്റി റൈഡ് മനൂവറിങ് വെരി മച്ച് ഇംപ്രൂവ്ഡ്. ഇനി ഇതിൻ്റെ റൈഡ് ഫീലിങ്ങിനെ പറ്റി പറയാം. ആക്ച്വലി 178 കിലോമീറ്റേഴ്സാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, അതായത് വിത്തിൻ എ വീക്ക്. ഹാർലി ഡേവിഡ്സൺ X440Tയുടേത് 440cc എഞ്ചിനാണ്. ഇത് ജനറേറ്റ് ചെയ്യുന്നത് 27 PS പവറും 38 Nm ടോർക്കുമാണ്. ഈ പവർ ഫിഗർ ട്രയംഫ് ആയിട്ടോ അല്ലെങ്കിൽ ഗറില്ല 350 ആയിട്ട് കമ്പയർ ചെയ്താൽ കുറവാണ്. പക്ഷെ ഇതിൻ്റെ ടോർക്ക് അതാണ് ഇതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വെക്കുന്നത്. കാരണം എല്ലാ ഗിയറിലും ഒരു എക്സ്ട്രാ ടോർക്ക് ലഭിക്കും. അത് ഈവൻ എക്സെപ്റ്റ് തേർഡ് ഗിയർ, ഈവൻ ഇൻ ഫോർത്ത് ഫിഫ്ത്ത് ഗിയർ ആ കിട്ടുന്ന ടോർക്ക് ഇറ്റ്സ് അമേസിങ്. ഇനി ഞാൻ കുറച്ചൊരു മോശമായ റോഡിലേക്ക് പോകണമെന്ന്. നമുക്ക് സസ്പെൻഷൻ ഇതിൻ്റെ ചെക്ക് ചെയ്യാം. സി ദ ഫ്രണ്ട് അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഇറ്റ് വർക്ക്സ് വെരി വെൽ. പക്ഷെ റിയർ അത് കുറച്ചൊരു ഹാർഡ് സൈഡിലാണ്. ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബേഴ്സ് ആണ്. സോ അതൊന്ന് ട്വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റോഡെല്ലാം കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആവും. ബട്ട് അതർവൈസ് റൈഡ് ഈസ് ഗുഡ്. അത് മോണോ ഷോക്കും ഡുവൽ ഷോക്കും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യും. അതിന് ഉദ്ദേശിച്ചത് ട്രയംഫും ഹാർലി ഡേവിഡ്സൺ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ. അതേപോലെ ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ട്രാക്ഷൻ കൺട്രോൾ ABS ഓൺ ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതിപ്പം ബൈ ഡിഫോൾട്ട് ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണ്. സൂട്ടബിൾ ഫോർ എനി കൈൻഡ് ഓഫ് റോഡ്സ്. ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഈ ബൈക്കിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് 200 kgs ആണ്. സോ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് ഓൾ ഹെവിയർ ആൻഡ് ഹയർ CC ബൈക്സ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങളൊരു ലൈറ്റർ വെയ്റ്റഡ് ബൈക്കിൽ നിന്ന് ഈ ബൈക്കിലേക്ക് ഷിഫ്റ്റ് ആവുന്നതാണെങ്കിൽ എന്തായാലും ഇനീഷ്യലി കുറച്ച് മെനൂവർ ചെയ്യാൻ വേണ്ടി പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് മാനേജബിൾ. നിങ്ങൾ അതായത് ഈ ബൈക്ക് ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ മൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെയിറ്റ് ഫീൽ ആവില്ല. പക്ഷേ സിറ്റി റൈഡിൽ നിങ്ങൾ യൂസ് ടു അല്ലെങ്കിൽ ഹെവിയർ വെയ്റ്റഡ് ബൈക്സ് യൂസ് ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു പ്രശ്നം ഫീൽ ആവും ഇനീഷ്യലി. അതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിയുന്നത് വരെ കൂടുതൽ റവ് ചെയ്തിട്ട് ഇതിനെ എൻജിൻ സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. സോ ഇതിൻ്റെ ടോപ്പ് സ്പീഡ്, ഇതിൻ്റെ പീക്ക് പെർഫോമൻസ് ഇതെല്ലാം ഞാൻ ആഫ്റ്റർ ഫസ്റ്റ് സർവീസിന് ശേഷം ചെയ്യുന്നതായിരിക്കും. എൻജിൻ റിഫൈൻഡ് ആണ്, സ്മൂത്ത് ആണ്. ചെറിയ ഗിയർ ഷിഫ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് ടൈറ്റാണ്. അത് മോസ്റ്റ്ലി ഫസ്റ്റ് സർവീസിൽ ക്ലിയർ ആകുമായിരിക്കും. പിന്നെ മീറ്റർ കൺസോൾ, ദിസ് ഈസ് ദ ലുക്ക് ഡ്യൂറിങ് പീക്ക് ഡേ ടൈം. വിസിബിൾ ആണ്, പക്ഷേ ഇതിനിപ്പം ഡേ മോഡിലായി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വിസിബിൾ ആയിരിക്കും. സീ ദ ഡിഫറൻസ്. പക്ഷെ ഇപ്പം വിസിബിലിറ്റി കുറച്ചും കൂടി ഒന്ന് കൂടിയിട്ടുണ്ട്. ഇതിൽ വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ അത്രയില്ല. പക്ഷേ സ്ലൈറ്റ്. ഞാനിപ്പോൾ മാക്സിമം ടോപ്പ് സ്പീഡ് ഞാൻ ടച്ച് ചെയ്തത് 80 kilometers ആണ്. ഇത് കൂടുതൽ റിവ്യൂ ചെയ്യുന്നില്ല, കാരണം ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല. സോ ആഫ്റ്റർ ഫസ്റ്റ് സർവീസ് ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും വിത്ത് ഇറ്റ്സ് ടോപ്പ് സ്പീഡ്, പീക്ക് പെർഫോമൻസ് ആൻഡ് എൻജിൻ റിഫൈൻമെൻറ്റ് ആഫ്റ്റർ ഫസ്റ്റ് സർവീസ്. സോ ഇതൊക്കെയാണ് എൻ്റെ 1 week ഓണർഷിപ്പ് എക്സ്പീരിയൻസ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, റൈഡ് സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.